5-50% മൊമെൻറ്റം തരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്ക് നമുക്ക് ഇന്നത്തെ വീഡിയോക്കകത്ത് അനലൈസ് ചെയ്യാം. ഒത്തിരി ടെക്നിക്കൽസും ഫണ്ടമെൻറ്റൽസും നമ്മൾ അനലൈസ് ചെയ്യുന്നത് ആയിരിക്കും. ഫസ്റ്റ് സ്റ്റോക്കിന് എംബസിസ് ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്കിൻ്റെ നെയിം ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 4 അവർ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ അകത്താണ് ഇട്ടേക്കുന്നത്. 4 അവർ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് നമുക്കൊരു സ്വിംഗ് ഹൈ ബ്രേക്ക് നമുക്ക് ഇവിടെയായിട്ട് BOS ക്രിയേറ്റ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. BOSൻ്റെ ലാസ്റ്റ് ഫോം ചെയ്തേക്കുന്ന ക്യാൻഡിൽ നമുക്കൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യാനായിരിക്കും. നമുക്കൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യാനായിരിക്കും തന്നെ സാധിക്കുന്നത് ആയിരിക്കും. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് മാർക്ക് ചെയ്യുന്ന നല്ല രീതിയിൽ ബൈയിങ് പ്രഷർ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ക്യാൻഡിൽസിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് അപ് ട്രെൻഡിൽ പോയ സ്റ്റോക്കാണ്. പിന്നെ അതിന് ശേഷം ഒരു ഇവിടെയായിട്ട് വന്നതിന് ശേഷം ഒരു സപ്ലൈ ഏരിയ മാർക്ക് ഇവിടെയായിട്ട് വന്ന് സപ്ലൈ ഏരിയ ടാപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും താഴേക്ക് വരിക ഒരു സപ്പോർട്ട് എടുക്കുക. സപ്പോർട്ടിൽ ഡിമാൻഡ് ഏരിയ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡിമാൻഡ് ഏരിയ ക്രിയേറ്റ് ചെയ്തൊരു അപ്സൈഡ് മൊമെൻറ്റിൽ ചെറിയ റിവേഴ്സൽ കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും 4 അവറിലേക്ക് പോയതിനു ശേഷം നമുക്ക് ഇവിടെയായിട്ടൊരു കൃത്യമായിട്ടൊരു ഡിമാൻഡ് ഏരിയ കാര്യമൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരും നല്ല രീതിയിലൊരു ബൈയിങ് പ്രഷർ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞേക്കാം ഇവിടെയായിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് ഫോൺ ചെയ്തൊരു BOS കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ BOS തൊട്ട് താഴെ നമുക്ക് ഇവിടെയായിട്ട് ഡിമാൻഡ് ഏരിയ കാര്യമൊക്കെ കാണാം. ഈ ഡിമാൻഡ് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ബൈയിങ് പ്രഷർ ചിലപ്പോൾ കാണാൻ സാധിച്ചു. ഇങ്ങനെ പതിയായിരിക്കും BOSലേക്ക് വരുന്നത്. അപ്പോൾ ഈ BOS ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഡിമാൻഡ് ഏരിയ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ ട്രെൻഡിലേക്ക് സ്റ്റോക്ക് റിവേഴ്സലാകാൻ സാധ്യത ഉണ്ട്. അതേപോലെ വരുന്ന ആഴ്ച റിസൾട്ടാണ് നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ടൈമാണ്. അതുകൊണ്ട് മാർക്കറ്റ് വളരെയധികം വോളറ്റിലായിട്ടുള്ള ടൈമായിരിക്കും. വലിയ രീതിയിൽ അപ്സൈഡും വലിയ രീതിയിൽ ഡൗൺ സൈഡ് മൊമെൻറ്റും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ക്വാണ്ടിറ്റി കുറച്ചാൽ പൊസിഷൻ സൈസിങ്ങിലൂടെ നിങ്ങൾ എൻട്രി എടുക്കുക എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാര്യം ഇപ്പോൾ നിങ്ങളൊരു 100 ക്വാണ്ടിറ്റി ആണ് നിങ്ങൾ റിസ്ക് റിവാർഡ് വെച്ച് എടുക്കുന്നെങ്കിൽ ജസ്റ്റ് നിങ്ങൾ 50 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 30% എന്ന് വെച്ചൊരു 30 ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ല കാര്യം. വളരെ നമ്മുടെ വ്യൂ മാർക്കറ്റ് കറക്റ്റ് നമ്മുടെ വ്യൂ ചിലപ്പോൾ അപ് ട്രെൻഡ് തന്നെയായിരിക്കും. കൃത്യമായിട്ട് ആ വ്യൂയിലേക്ക് തന്നെയായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ബട്ട് നിഫ്റ്റിയിലും ഇൻഡെക്സ് ഫണ്ടുകൾ വളരെ വോളറ്റായിട്ടുള്ള മൂവ്മെൻറ്റും കാരണം നമ്മുടെ SL അടിച്ച് പോകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. പൊസിഷൻ സൈസിങ്ങിലൂടെ നിങ്ങൾ എൻട്രീസ് കണക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ലോസ് വരികയാണെങ്കിൽ തന്നെ വളരെയധികം കുറച്ച് ലോസ് വരരുത്. നമ്മളെ മാർക്കറ്റിലെ വ്യൂ കറക്റ്റ് ആയിരിക്കും. ബട്ട് ഇൻഡെക്സ് ഫണ്ടിലുള്ള റാപ്പിഡ് മൂവ്മെൻറ്റും കാരണം നമ്മുടെ SL അടിക്കാൻ നല്ല രീതിയിൽ തന്നെ സാധ്യത ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തൊരു എൻട്രി പോയിൻ്റ് വരുന്ന ഈ പോയിൻ്റാണ് ഒരു 2241 40 റീച്ചിനായിരിക്കും നമ്മുടെ എൻട്രി ഏരിയയൊക്കെ ആയിട്ട് വരുന്നത്. SL വെക്കുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഡിമാൻഡ് ഏരിയയുടെ താഴെ ഒരു ബ്രീത്തിങ് പോയിൻ്റ് ഇട്ടൊരു 2180 2187 അല്ല 90 എന്ന റീജിയനൊക്കെ നിങ്ങൾ SL ഇടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന രീതിയിൽ പറയാം. അതിനുശേഷം നമുക്ക് ടാർഗറ്റ് ട്രയൽ ചെയ്ത് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഇവിടെയായിട്ട് നമുക്കൊരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അതൊക്കെ നമുക്കൊരു 243 430 എന്ന റീജിയൻ ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം അതിന് മുകളിലേക്ക് നല്ല മൊമെൻറ്റ് കിട്ടുകയാണെങ്കിൽ SL ട്രയൽ ചെയ്ത് പോകാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നതും ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ജസ്റ്റ് നമ്മൾക്ക് ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ് കൂടെ ഒന്ന് നോക്കാം. സ്റ്റോക്കിൻ്റെ നെയിം വന്ന് ലിമിറ്റഡ് എന്നാണ്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണെന്ന് അറിയത്തില്ല. എംബസിസ് ഗ്ലോബൽ ഇൻഫർമേഷൻ ടെക്നോളജി ഒരു IT ബേസ്ഡ് കമ്പനിയാണ് എംബസിസ് ലിമിറ്റഡ്. നിങ്ങളുടെ അബൌട്ട് സെക്ഷൻ കാണാം. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കി. ടെക്നോളജി ബേസസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ താഴെ കീ പോയിൻറ്റ്സിലേക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം 45,000 ക്രോസ് എടുത്തൊരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ഒരു മിഡ് ക്യാപ്പ് കമ്പനിയാണ്. ROE നോക്കിക്കഴിഞ്ഞാൽ ROC കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ROC ഒക്കെ കാണാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നുണ്ട്. ഇനി താഴേക്ക് വന്ന ശേഷം പ്രോസും കോൺസും കാണാം. കമ്പനി ഹാസ് മെയിൻറ്റെയിനിങ് എ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്. അതുപോലെ കോൺസ് നോക്കി കമ്പനി ഹാസ് ഡെലിവറിങ് എ പുവർ സെയിൽസ് ലാസ്റ്റ് 5 പുവർ സെയിൽസ് ആണെന്ന് കാണിക്കുന്നുണ്ട്. വർക്കിംഗ് ക്യാപിറ്റലൊക്കെ കാണാൻ സാധിക്കുന്നത്. പ്രോസും കോൺസും നോക്കിക്കഴിഞ്ഞേക്കണം. പ്രോസ് നമ്മുടെ കമ്പനി ഇതിനനുസരിച്ച് മറ്റ് പിയർ കമ്പനിക്കാരുമായിട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ 8ാം സ്ഥാനത്താണ് വരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മറ്റ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്വാർട്ടർലി റിസൾട്ടും P&L സ്റ്റേറ്റ്മെൻറ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് ക്വാർട്ടേഴ്സിലെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് ഒരു വർധന ലാസ്റ്റ് 1-2 ക്വാർട്ടേഴ്സായിട്ട് സെയിൽസ് ഒരു വർധനവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുന്നുണ്ട്. ഇനി താഴേക്ക് വന്നതിന് ശേഷം നോക്കണം നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 1-2 ക്വാർട്ടേഴ്സായിട്ട് നെറ്റ് പ്രോഫിറ്റ് നമുക്കൊരു വർധനവും ഉണ്ട്. കുറച്ച് നമുക്ക് ലാസ്റ്റ് 2 ക്വാർട്ടേഴ്സായിട്ട് വർധന നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് അത്യാവശ്യം ക്വാർട്ടേഴ്സ് ഒരു നെറ്റ് പ്രോഫിറ്റ് കാണാൻ സാധിക്കും. ആ ടൈമിൽ നമുക്ക് എക്സ്പെൻസും കൂടെ നോക്കിക്കാം. എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഈ ക്വാർട്ടേഴ്സിലേക്ക് വരുമ്പോൾ എക്സ്പെൻസ് അത്യാവശ്യം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ P&L സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ്
വർധനവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് 1-2 ഇയേഴ്സായിട്ട് സെയിൽസ് വർധനവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് നെറ്റ് പ്രോഫിറ്റിൽ ഒരു വർധന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ബോറോയിങ്സ് ആണ്. അത്യാവശ്യം കടമുണ്ട് കമ്പനിക്ക്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് താഴേക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ കാണാം. അതുപോലെ ഡെപ്റ്റേഴ്സ് ഡേയ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഡെപ്റ്റേഴ്സ് ഡേയ്സ് അത്യാവശ്യം കുറച്ചുകൊണ്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലാസ്റ്റ് 1-2 ഡെപ്റ്റേഴ്സ് ഡേയ്സ് കുറയുന്നുണ്ട്. മിനിമം വളരെ കുറഞ്ഞ രീതിയിൽ കുറയുന്നുണ്ട്, ബട്ട് കുറയുന്നുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതാണ്. കാര്യം നമ്മൾ SMC ഫോളോ ചെയ്ത FIEസിൻ്റെ DISൻ്റെ ബൈയിങ്സും കൂടെ നമുക്ക് ഇവിടെ നോക്കണം. കഴിഞ്ഞ ലാസ്റ്റ് ഇയേഴ്സായിട്ട് ലാസ്റ്റ് 1-2 ഇയേഴ്സായിട്ട് FIEs ഇതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. FIEസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. ബട്ട് എന്നാലും FIEs ഒരു 40% വെച്ച് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകില്ല. ഹോൾഡിങ്സ് ഒരു 40% വെച്ച് ഇതിനകത്തൊരു ഹോൾഡിങ്സ് ഉണ്ട്. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന കുറച്ച് വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിക്കൂടെ നമുക്ക് മനസ്സിലാക്കാനും കാര്യങ്ങൾക്ക് തന്നെ സാധിക്കും. പബ്ലിക് വളരെ ചെറിയ ശതമാനം ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ വോളറ്റൈൽ മൊമെൻറ്റത്തിലുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസിലേക്ക് ഫണ്ടമെൻ്റൽ റേഷ്യോസിലേക്കൊക്കെ പോകുമ്പോൾ ജസ്റ്റ് കുഴപ്പമില്ല എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ FIEസും DISും അത്യാവശ്യം ഹോൾഡ് ചെയ്യുന്നൊരു കമ്പനി എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റോക്ക് ഒന്ന് ITC ആണ്. അപ്പോൾ ITC നിഫ്റ്റി 50-ലുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിമാൻഡ് ഏരിയ നമുക്ക് വരച്ചിട്ടുണ്ട്. ഞാനിവിടെ 4 അവർ ക്യാൻഡിൽ സ്റ്റിക്കാണ്. 4 അവറിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ BOS ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റായിട്ട് ഫോം ചെയ്തേക്കുന്ന നമുക്കൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഡിമാൻഡ് ഏരിയയിലേക്ക് വരികയാണ് നമുക്ക് അത്യാവശ്യം നല്ല ഇതിന് ബൈയിങ് പ്രഷറും കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പുണ്ട്. കാര്യം ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുക, ഇവിടെ ആയിട്ടൊരു ടച്ച് ചെയ്യാത്തൊരു പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിനു ശേഷം ഒരു റിവേഴ്സലുള്ള പൊട്ടൻഷ്യലും കാണാൻ സാധിക്കും. അതുപോലെ തൊട്ട് നമുക്കൊരു നല്ല ഡിമാൻഡ് ഏരിയ നമുക്ക് 4 അവർ ക്യാൻഡിൽ സ്റ്റിക്കിനകത്ത് കാണാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ആയിട്ടൊരു വന്നതിന് ശേഷം ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് പതിയെ വരികയും ഈ ഒരു ഡിമാൻഡ് ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൊമെൻറ്റം കാണാൻ സാധിച്ചേക്കും. ഡിപ്പെൻഡ്സ് ഓൺ ദി മാർക്കറ്റ്. കാര്യം മാർക്കറ്റ് വളരെയധികം വോളറ്റൈലാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ അത്യാവശ്യം വോളറ്റൈലായ കാര്യം ഞാൻ പറഞ്ഞ് റിസൾട്ട് ടൈമാണ്. അതുകൊണ്ട് അതനുസരിച്ച് വളരെയധികം വോളറ്റിലിറ്റി മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വെക്കുന്ന SL അടിച്ച് പോകാൻ സാധ്യതയുണ്ട്. പരമാവധി ആ പൊസിഷൻ സൈസിങ്ങിലൂടെ എൻട്രീസ് ഞങ്ങൾക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ആയിട്ടൊരു എൻട്രി എടുക്കണം. നമുക്ക് എവിടെ ആയിട്ടൊരു പൊട്ടൻഷ്യലായിട്ടൊരു എൻട്രി കിട്ടും നോക്കാം. അത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അവിടെ എടുക്കുക, ഒരു 408 എന്ന റീജിയൻ. അവിടെ വന്ന ശേഷം ഒരു പകുതി ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. പകുതി മീൻസ് നിങ്ങളുടെ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അതിന് ശേഷം വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു 404 എന്ന റീജിയൻ നിങ്ങൾക്കൊരു ബാക്കി ക്വാണ്ടിറ്റി കൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്കൊരു SL എന്ന റീജിയൻ ഇതിൻ്റെ താഴെ ഒരു 390 400 395 എന്ന റീജിയനൊക്കെ നിങ്ങൾക്കൊരു SL ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് റീജിയനായിട്ട് നിങ്ങൾക്ക് ഏറെക്കുറെ ഈ ഏരിയ നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. 438 440 എന്ന റീജിയൻ നിങ്ങൾക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന രീതിയിൽ വെക്കാനും കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുന്നത് ആയിരിക്കും. ഇത്തരം സ്റ്റോക്കിന് ഒരു മൊമെൻറ്റം കിട്ടുമെന്നൊക്കെ SL ട്രയൽ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. എന്തുകൊണ്ടെന്നല്ല പിന്നെ ITCയുടെ ഫണ്ടമെൻറ്റൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിഫ്റ്റി 50-ലുള്ളൊരു കമ്പനിയുണ്ട്. അത്യാവശ്യം ഫണ്ടമെൻറ്റൽസൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കണം. ഞാൻ പ്രത്യേകിച്ച് ITCയുടെ ഫണ്ടമെൻറ്റൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ താല്പര്യമുണ്ടെങ്കിൽ ITCയുടെ ഫണ്ടമെൻറ്റൽസ് കൂടെ എടുത്ത് നോക്കുന്നത് എന്തുകൊണ്ട് നല്ലൊരു കാര്യം ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോക്ക് വന്ന് ആസ്ട്രൽ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ആസ്ട്രൽ സ്റ്റോക്കിന് ആസ്ട്രൽ ലിമിറ്റഡിൻ്റെ അത് നോക്കിക്കഴിഞ്ഞേക്കണം. ഇവിടെ നമുക്ക് BOS ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നുണ്ട് 4 അവറിനകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ ഞാൻ മാർക്ക് ചെയ്യും. ഇവിടെയായിട്ട് നമുക്ക് ട്രെൻഡ് ലൈൻ കാണാൻ സാധിക്കും. നമുക്ക് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് താഴേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്ന് കണ്ട് കുറച്ച് റീറ്റെയിലേഴ്സ് എൻട്രി എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ SL അടിച്ചിട്ട് വീണ്ടും മാർക്കറ്റ് ഇവിടെ നിന്ന് എടുത്ത് മുകളിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കായിട്ട് BOS ആണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അതിൻ്റെ അകത്ത് ലാസ്റ്റായിട്ട് ഫോം ചെയ്തേക്കുന്ന ക്യാൻഡിൽ നമുക്കൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യും. അപ്പോൾ ഈ ഡിമാൻഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയാണ് അത്യാവശ്യം നമുക്കൊരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ആസ്ട്രൽ ലിമിറ്റഡിൻ്റെ ഫണ്ടമെൻറ്റൽസിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമുക്കിതിൻ്റെ ഒരു വീക്ക്ലി ക്യാൻഡിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് വന്നേ നോക്കിക്കഴിഞ്ഞേക്കാം. അത്യാവശ്യം ഒരു അപ് ട്രെൻഡിൽ പോകുന്നൊരു സ്റ്റോക്കാണ്. ഒരു ഹോൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റോക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് അത്യാവശ്യം
ഒരു എന്താ നമുക്ക് നോക്കി അത്യാവശ്യം ഒരു കൺസോൾട്ടേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ് നമുക്ക് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു 4 hour ക്യാൻഡലിൻ്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ടൊരു ഡിമാൻഡ് ഏരിയയും കാര്യമൊക്കെ തന്നെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡിമാൻഡ് ഏരിയയൊക്കെ കൃത്യമായിട്ട് വരികയാണ് അത്യാവശ്യം ഒരു ബൈയിങ് പ്രഷറും കാര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു പൊട്ടൻഷ്യലായിട്ട് എൻട്രി എന്ന് പറയുന്നത് ഏറെക്കുറെ 1970 അല്ലെങ്കിൽ 75 എന്ന റീജിയനിലേക്കാണ് പൊട്ടൻഷ്യൽ എൻട്രി വരുന്നത്. SL എന്ന രീതി വരുന്നത് ഇതിൻ്റെ ചെറിയ ബ്രീത്തിങ് പോയിട്ട് 1930 അല്ലെങ്കിൽ 1929, 25 എന്ന റീജിയനിലേക്ക് നിങ്ങളൊരു SL എന്ന രീതിയിൽ വരേണ്ടത്. അതായത് ടാർഗറ്റ് എന്ന രീതിയിൽ വരേണ്ടത് ഈ കാണുന്നൊരു ഗ്യാപ്പാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. 2230, 35, 37 എന്ന റീജിയനൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഈ രീതി വെക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് SL ട്രയൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നതായിരിക്കും. പിന്നെ മുൻപ് പറഞ്ഞ പോലെ കൃത്യമായിട്ട് പൊസിഷൻ സൈസിലൂടെ മാത്രം എൻട്രി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഫണ്ടമെൻറ്റ്സ് കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. ആസ്ട്രൽ ലിമിറ്റഡ് എന്നാണ് സ്റ്റോക്കിൻ്റെ പേര് വരുന്നത്. ആസ്ട്രൽ പോളിടെക് ലിമിറ്റഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1988. ഇപ്പോൾ നിങ്ങളുടെ അബൌട്ട് സെക്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇന്ത്യ പ്ലംബിംഗ് ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം, പ്ലംബിംഗ് ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്പനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ നമുക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസ് നോക്കിക്കഴിഞ്ഞാൽ 57 crores അടുത്തുള്ളൊരു മിഡ് ക്യാപ് കമ്പനിയാണ്. അതിൽ നമുക്ക് താഴേക്ക് വന്ന ശേഷം ROE കാണാം. ROE കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പിയർ കമ്പനി പ്രോസ് കോൺസ് കാണാൻ സാധിക്കും. കമ്പനി ഈസ് ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആണ്. അതുപോലെ കമ്പനി ഈസ് മെയിൻറ്റെയിനിങ് എ ഗുഡ് സെയിൽസ് ഗ്രോത്ത്. അക്കൗണ്ട്സ് നോക്കിയ സ്റ്റോക്ക് ഈസ് ട്രേഡിംഗ് അറ്റ് 18.1 times താൻ ബുക്ക് വാല്യൂവിനേക്കാൾ സ്വല്പം മുകളിലാണ് ട്രേഡിങ് നമുക്ക് മനസ്സിലാക്കും. പിയർ കമ്പനികളെ വെച്ച് കമ്പയർ ചെയ്യുകയാണ് 2ാം സ്ഥാനത്താണ് നമ്മുടെ കമ്പനി. മറ്റ് പിയർ കമ്പനികൾ റാങ്കിങ് അനുസരിച്ച് 2ാം സ്ഥാനത്ത് നമ്മുടെ കമ്പനി വന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട്, P&L സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ നമുക്ക് ക്വാർട്ടർ റിസൾട്ടിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 3 quartersആയിട്ട് സെയിൽസിൽ അത്യാവശ്യം നല്ലൊരു വർധനവ് കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ ക്വാർട്ടറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് വർധനവ് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റിലേക്ക് പോകാം. നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്ത് ലാസ്റ്റ് 1-2 quartersആയിട്ട് നെറ്റ് പ്രോഫിറ്റിൽ നമുക്ക് വർധനവ് കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നുണ്ട്. അതുപോലെ താഴേക്ക് വന്നതിന് ശേഷം സെയിൽസ് കാണാം. P&L സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 1-2 ഇയേഴ്സായിട്ട് P&L സ്റ്റേറ്റ്മെൻറ്റിൽ സെയിൽസ് നമുക്ക് വർധനവ് കാര്യമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. താഴേക്ക് വന്നതിന് ശേഷം നമുക്ക് നെറ്റ് പ്രോഫിറ്റിലേക്ക് ലാസ്റ്റ് 1-2 ഇയേഴ്സായിട്ട് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ EPS ഏണിംഗ് പെർ ഷെയറിൽ നമുക്കൊരു വർധന നമുക്ക് മനസ്സിലാക്കാനും കാര്യമൊക്കെ തന്നെ സാധിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോറോയിങ്സ് ചെറിയ രീതിയിൽ തന്നെ കമ്പനീസിന് കടമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബോറോയിങ്സ് ഉണ്ട്. പിന്നെ നെറ്റ് ക്യാഷ് ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഡെപ്റ്റേഴ്സ് ഡേയ്സ് കുറച്ചുകൊണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ കുറയുന്നുണ്ട്. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ലാസ്റ്റ് 1-2 ഇയേഴ്സായിട്ട് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ കുറയുന്നുണ്ട്. അതുപോലെ നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ FIS ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയായിട്ട് FIS ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ ക്വാർട്ടറിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഇയറിൽ നടത്തിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ DIS അത്യാവശ്യം 12% എടുത്ത് ഹോൾഡ് ചെയ്യുന്നൊരു കമ്പനി നമുക്ക് മനസ്സിലാക്കുന്നത്. പബ്ലിക് ഒരു 11% എടുത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ FIS ഒരു 21%, DIS ഒരു 12% എടുത്ത് ഹോൾഡ് ചെയ്ത സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റൽ നോക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ടെക്നിക്കലി ഡിമാൻഡ് ഏരിയയിലേക്ക് ഒരു അത്യാവശ്യം ഒരു ബൈയിങ് പ്രഷറൊക്കെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ബോത്ത് നിങ്ങളുടേതായ അനാലിസിസ് കൂടെ നമ്മൾ ഇന്ന് അനാലിസിസ് ചെയ്ത സ്റ്റോക്കുകൾ നിങ്ങളുടേതായ അനാലിസിസും കൂടെ ചെയ്ത് നിങ്ങളുടേതായ ഫണ്ടമെൻ്റൽസും ടെക്നിക്കൽസും കൂടെ അനലൈസ് ചെയ്യുക. എന്തുകൊണ്ട് നല്ലൊരു കാര്യം ആയിരിക്കും. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആടുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ റിസൾട്ട് ടൈമാണ്. അതുകൊണ്ട് പരമാവധി പൊസിഷൻ സൈസിലുള്ള മാത്രം എൻട്രീസ് എടുക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റ് വളരെ വോളറ്റിലുള്ള മൊമെൻറ്റത്തുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി പൊസിഷൻ സൈസിലുള്ള എൻട്രികളും കാര്യമൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇനി ഒട്ടനവധി നല്ല വീഡിയോകളായിട്ട് കാണാം. നന്ദി, നമസ്കാരം.